മമതാ ബാനർജി കൽക്കട്ടയിൽ നിന്ന് പോലീസിനെ വിട്ട് എൻ്റെ ഡൽഹിയിലെ ഓഫീസ് റെയ്ഡ് ചെയ്തു. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല. മുഴുവനും കമ്പ്യൂട്ടറും ലാപ്ടോപ്പൊക്കെ എടുത്തുകൊണ്ടങ്ങ് പോയി. പിന്നെ എങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റും? ഞാൻ പറയുന്നത് ഡിജിറ്റൽ, അതായത് വെബ്സൈറ്റിൻ്റെ കാര്യമാണ്. അപ്പം ഇന്ത്യയുടെ ഒരു രീതി അനുസരിച്ച് ഇത് മാറാൻ കുറച്ച് സമയമെടുക്കും. ഇതിനകത്ത് ഏത് പൊളിറ്റിക്കൽ പാർട്ടിയും ചെയ്യുന്ന അവരെ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത സംഭവം പുറത്തോട്ട് സംഭവം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവർക്കത് വലിയ പ്രശ്നമാണ്. കാരണം ജനാധിപത്യ രാജ്യം, ഇവർക്ക് പല രീതിയിൽ തളർത്താനും ഒതുക്കാനും ഒക്കെ കഴിയും. ഇതൊക്കെ ആൾക്കാരെ തെറ്റിദ്ധരിച്ച് വെച്ചേക്കാണ്. അപ്പം അതിനെയൊക്കെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മളവിടെ ഞാനാണോ സ്മാർട്ട്, അവരാണോ സ്മാർട്ട്, ഭരണകൂടമാണോ സ്മാർട്ട്. കാരണം ഇന്ത്യൻ കോടതിയും അതൊക്കെ കയറി കഴിയുമ്പോഴാണ് നമ്മളിത് മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ സംഭവം ഉണ്ടായത്. ഞാൻ കേരളത്തിലൊരു ഉദാഹരണം പറയാം. അതായത് മുഖ്യമന്ത്രിയുടെ യാത്ര നടക്കുന്നു, നവകേരള ഇതടക്കണ യാത്ര നടക്കുന്നു. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് പല ആൾക്കാരും പല രീതിയിൽ റിപ്പോർട്ട് ചെയ്തു. ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു, അതിൻ്റെ ലേഖികയ്ക്കെതിരെ അനാവശ്യമായിട്ടൊരു 24 ന്യൂസിൻ്റെ. അപ്പോൾ അയാൾ ഒരു ലാത്തി ചാർജിനെ പറ്റി അവിടുത്തെ പോലീസിനെ പറ്റി പറഞ്ഞപ്പം പെട്ടെന്ന് പോലീസ് അയാൾക്കെതിരെ കേസെടുക്കുന്നു. മഹാരാജാസ് കോളേജിലെ ആർഷ ഉൾപ്പെടെയുള്ള ചോദ്യപേപ്പർ ലീക്കും പരിപാടി ഏഷ്യാനെറ്റിൻ്റെ ഒരു ന്യൂസ് ലേഖിക അവിടെ ചെന്ന് എക്സാക്റ്റ് കാര്യം റിപ്പോർട്ട് ചെയ്തു. എന്താ ഗവൺമെൻറ് ചെയ്ത്? ഒരു SFI നേതാവിൻ്റെ മേലിൽ ഈ ലേഖികയ്ക്കെതിരെ ചാനലിനെതിരെ കേസെടുക്കുന്നു.